പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴക്കാലമാണല്ലേ. മഴക്കാലം ആരംഭിച്ച് കഴിഞ്ഞു. സ്കൂൾ തുറക്കാറാകുമ്പോഴത്തേക്കിനുള്ളതാണ് മഴ. കഴിഞ്ഞ വർഷം മാത്രം വലിയ രീതിയിൽ നമുക്ക് മഴ ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. മഴക്കാല രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കണം. അപ്പം പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകണം. വൈറ്റമിൻ സി ഒക്കെ കാരണം ധാരാളം പഴങ്ങളും അതുപോലെ തന്നെ ഭക്ഷണങ്ങളും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ചൂടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുക. അപ്പം നമ്മളിപ്പോൾ ഓർത്തോണം, നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ പ്രാധാന്യം ഇതാണ്. നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയും നല്ല ഒരു ജീവിതശൈലി ഉണ്ടാകാൻ വേണ്ടിയുമാണ് നമ്മൾ അടുക്കളത്തോട്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം നല്ല പച്ചക്കറികൾ നമുക്ക് പറിച്ചെടുക്കാം. പച്ചക്കറികളിൽ നിന്ന് നമുക്കൊരു മോചനം കൂടിയാണ്. അപ്പം മഴക്കാലമൊക്കെ കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഉഷാറായിട്ട് നമുക്ക് പച്ചക്കറി തോട്ടത്തിലോട്ട് തന്നെ പോകാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് വിത്തുകളൊക്കെ പാകി മുളപ്പിച്ച് വെക്കുക എന്നുള്ളതാണ്. കാന്താരിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ വിത്തുകളൊക്കെ റെഡിയാക്കുക. പയർ തൽക്കാലം ഉടനെ വേണ്ട. ഇപ്പം നമുക്ക് വഴുതന, തക്കാളി, പച്ചമുളക്, കാന്താരി, വെണ്ട ഇവയൊക്കെ മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന വിളകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ മഴക്കാലത്ത് നല്ല നല്ല ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക. നല്ല ഭക്ഷണങ്ങളാണ് നല്ല ആരോഗ്യം. അപ്പം നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാനാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത്. പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുക. പപ്പായ, പേരയ്ക്കായ, അങ്ങനെ വാഴപ്പഴം ഇവയൊക്കെ നമ്മൾ ധാരാളം കഴിച്ച് ഇതിനകത്തൊക്കെ ധാരാളം സിങ്കും പൊട്ടാസ്യവും ഒക്കെ ലഭ്യമാണ്. പേരയ്ക്കയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ സി ആണ്. ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ട്. അങ്ങനെ വെക്കാം. അല്ലാതെ ഇല്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ ഡ്രമ്മിലൊക്കെ നമ്മുടെ ലെയറിൻ്റെ വേര് കിട്ടും, അത് വാങ്ങിച്ച് നടണം. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു ആരോഗ്യമാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എല്ലാവരും ജീവിതശൈലി രോഗമായിട്ട് ബുദ്ധിമുട്ടുന്നതാണ്. നമ്മുടെ ബോഡി അസിഡിക് ആകുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്, പലതരത്തിലുള്ള രോഗങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യണം, ആ ബോഡിയിലെ അസിഡിക്ക് മാറ്റി ബോഡി ആൽക്കലിയാക്കി മാറ്റണം. അതിന് വേണ്ടത് നമ്മുടെ സാരൻ്റെ വെള്ളരി, തണ്ണിമത്തൻ, പൊട്ടുവെള്ളരി, സാധാരണ വെള്ളരി, പടവലം ഇതിൻ്റെയൊക്കെ ജ്യൂസ് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുക. വലിയ ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പോ 1 മണിക്കൂർ ശേഷം നമുക്കതൊക്കെ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ നല്ല ഭക്ഷണം കഴിച്ച് തന്നെ നമ്മുടെ പലതരത്തിലുള്ള രോഗങ്ങളെ മാറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ. അപ്പോൾ ഇനി നല്ലൊരു ക്ലാസ്സല്ല നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. അതിനകത്ത് കുറച്ച് ആരോഗ്യ കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ന്യൂട്രാസ്യൂട്ടിക്കൽ ഞാൻ പഠിച്ചുകൊണ്ട് എനിക്ക് കുറേയധികം കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ എല്ലാവരും നല്ല ആരോഗ്യം നിലനിർത്തി നല്ല ചുറ്റോടു കൂടിയുള്ള ജീവിതശൈലി ക്രമപ്പെടുത്തിയെടുക്കണം. ഓക്കെ.